നമ്മൾ ഇന്ന് പരിശുദ്ധ 15 നോയമ്പിന്റെ ആരംഭമാണ്. ഒന്നാമത്തെ ദിവസമാണ്. ഇന്ത്യയിലുള്ളവർക്ക് ഒരു ദിവസം കഴിഞ്ഞു. ഈ 15 ദിവസങ്ങൾ പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൽ വന്ന ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് അവരുടെ ദൈവശാസ്ത്രത്തിൽ നിന്ന് മാതാവിനെ മാറ്റി നിർത്തി എന്നുള്ളത്. മാതാവിൻ്റെ പ്രാധാന്യം ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്നതിൽ പാശ്ചാത്യർക്ക് വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. പൗരസ്ത്യ സഭകൾ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം തെറ്റായ രീതിയിൽ വിവക്ഷിക്കപ്പെടുകയും തെറ്റായ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പാശ്ചാത്യ ലോകത്ത് സംഭവിച്ച ദുരന്തം. പാശ്ചാത്യരിൽ നിന്ന് സുവിശേഷം കടം കൊണ്ട കേരളത്തിലെ സഭകൾ, പ്രത്യേകിച്ച് മാർത്തോമാ സഭ, മാർത്തോമാ സഭയാണ് സുറിയാനി വിഭാഗങ്ങളിൽ ആദ്യമായി പാശ്ചാത്യ സ്വാധീനത്തിന്റെ പിടിയിൽപ്പെടുന്നത്. അപ്പോൾ അവർക്ക് മാതാവിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്നതിൽ വീഴ്ച വന്നു. പാശ്ചാത്യ സ്വാധീനമാണ്, ഇൻഫിൽട്രേഷൻ എന്ന് വിളിക്കാം. ഇപ്പം വെസ്റ്റേൺ ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടാണ് ഈ വീഴ്ച സംഭവിച്ചത്. എന്നാൽ ദൈവശാസ്ത്രത്തിലും തിയോളജിയിലും ലിറ്റർജിയിലും മാതാവിന് യുക്തമായ സ്ഥാനം നൽകപ്പെട്ടിരുന്ന സുറിയാനി സഭകളാകട്ടെ അത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാനും തിരിച്ചറിയുവാനും സാധിച്ചില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. പിന്നീട് മാതൃഭക്തി അല്ലെങ്കിൽ പരിശുദ്ധ മാതാവിനോടുള്ള ആ ഭക്തി, അല്ലെ മാതാവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ കുത്തകയായി മാറി. കത്തോലിക്ക സഭയാണ് പിന്നെ മാതാവിന്റെ ഹോൾസെയിൽ, മാതാവിനെ വാഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും. അപ്പം മാതാവിന്റെ ആളുകൾ എന്നൊരു പേര് തന്നെ കത്തോലിക്കർക്ക് വന്നു എന്നുള്ളതാണ്. കാരണം അവർ കൂടുതൽ മാതാവിന്റെ പ്രതിമകൾ റോഡ് വക്കുകളിലൊക്കെ വെക്കുകയും മാതാവിന്റെ പെരുന്നാളുകൾ വലിയ തോതിൽ, അല്ലെങ്കിൽ കൊന്ത നമസ്കാരം, ലുത്തിനി, അങ്ങനെ ആ രീതിയിൽ അങ്ങനെ വന്നപ്പോ ആ ഒരു ചിത്രം വന്നു. പിന്നീട് മാതാവിനോടുള്ള അവരുടെ ഭക്തിയെ പ്രൊട്ടസ്റ്റന്റ് ലോകം വിമർശിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്ഥാനം മാതാവിന് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു വിമർശനം വർദ്ധിച്ചു വന്നപ്പോ ആ വിമർശനത്തിന്റെ കൂരമ്പുകൾ അനാവശ്യമായി, അകാരണമായി സുറിയാനി സഭയിലെ അംഗങ്ങളും ഏക്കേണ്ടതായിട്ട് വന്നു. കത്തോലിക്ക സഭയിലെ മാതാവിനെ കാണുന്നതും ദൈവശാസ്ത്രപരമായി സുറിയാനി സഭയിലെ കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ ആ വ്യത്യാസത്തെ ചർച്ചാവേദികളിലും പുറം ലോകത്തും അവതരിപ്പിക്കുവാനും നമ്മളുടെ ആശയത്തെ പ്രതിഫലിപ്പിക്കുവാനും നമ്മൾ സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. അതുകൊണ്ട് കത്തോലിക്കർക്ക് നേരെ എറിയപ്പെടുന്ന കല്ലുകൾ മുഴുവൻ സുറിയാനിക്കാർക്കിട്ടാണ് കൊണ്ടത്. ഇതാണ് കഴിഞ്ഞ 110 വർഷം മലങ്കരയിൽ സംഭവിച്ചത്. കത്തോലിക്ക ദൈവശാസ്ത്രത്തിലെ, കത്തോലിക്ക ആരാധനാ സമ്പ്രദായങ്ങളിലെ, കത്തോലിക്ക പാരമ്പര്യങ്ങളിലെ മാതാവിനെ വിമർശിക്കുന്നതിലൂടെ അതേ തരത്തിലാണ് മാതാവ് സുറിയാനി സഭയിലും എന്ന വിധത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തപ്പോൾ കൂടുതൽ കുടുംബങ്ങൾ കൊഴിഞ്ഞുപോയത് സുറിയാനി സഭകളിൽ നിന്ന് പെന്തക്കോസ്തിലേക്കും അതുപോലെയുള്ള ഇതര പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലേക്കും പോയത്. എന്നാൽ മാതാവിനെ സംബന്ധിക്കുന്ന സുറിയാനി സഭയുടെ പൗരസ്ത്യ ദൈവശാസ്ത്ര ദർശനത്തെ വേണ്ട വിധത്തിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ പെന്തക്കോസ്ത് അടക്കമുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ദൈവശാസ്ത്രത്തിന്റെ വിത്തുകൾ മലങ്കരയിൽ കിളിർക്കില്ലായിരുന്നു, കരിഞ്ഞു പോകുമായിരുന്നു. കാരണം ഇത് സത്യസുവിശേഷമാണ്.
ഈ സത്യസുവിശേഷത്തിന്റെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അപ്പൊ മാതാവിനെ ദൈവശാസ്ത്രപരമായി അവതരിപ്പിക്കുന്നതിന് പകരം വൈകാരികമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് സംഭവിച്ച വീഴ്ച. ഇപ്പൊ കത്തോലിക്കര് മാതാവിനെ അവതരിപ്പിക്കാണ്ട് ഈശോയുടെ അമ്മയല്ലേ, ഈശോയെ പ്രസവിച്ചല്ലേ, ഈശോയെ മാതാവേ. അപ്പൊ ആ ഒരു രീതിയിൽ അപ്പോ പെന്റക്കോസ്തുകാർ എന്ത് ചെയ്യാണ്? അതിനെ വിമർശിക്കുകയാണ്. പിന്നെ ബൈബിളിൽ നിന്ന്, സുവിശേഷങ്ങളിൽ നിന്നുള്ള വാക്യങ്ങൾ എടുത്ത് വേർഡ് പ്ലേ ആണ്. അവിടെയാണ് മാതാവ് അവിടെ ഉണ്ടായിരുന്നു, മാതാവ് അതിലേ പോയി, പിന്നെ മാതാവ് വേറെ പ്രസവിച്ചാണ്, മാതാവിന് വേറെ ഇങ്ങനെ മാതാവിന്റെ യേശുവിന്റെ സഹോദരന്മാർ ഈ രീതിയിലുള്ള നിലവാരം കുറഞ്ഞ ചർച്ചയിലേക്ക് അധപ്പതിച്ചു. അതുകൊണ്ട് ഏതൊരാൾക്കും എടുത്ത് കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമായി പോയി മാതാവിന്റെ വിഷയം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഏറ്റവും കൂടുതൽ ചർച്ചയും പോസ്റ്റും കമന്റും ഒക്കെ വരുന്നത് മാതാവിനോട് പ്രാർത്ഥിക്കണം. അപ്പം മാതാവ് എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും ചർച്ച ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു സാമാന്യ വിഷയമാക്കി മാറ്റിക്കളഞ്ഞു. എന്നാൽ സുറിയാനി സഭയുടെ ദൈവശാസ്ത്ര ദർശനത്തിലെ മാതാവ് ഏറ്റവും ഉന്നതവും ഏറ്റവും ഉദാത്തവും ഏറ്റവും സങ്കീർണവും ഏറ്റവും സൂക്ഷ്മ തലങ്ങളിലുമുള്ള ദൈവശാസ്ത്ര വിഷയത്തിന്റെ കേന്ദ്രമാണ്. അത്തരത്തിലുള്ള ദൈവശാസ്ത്ര ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നതിൽ, അല്ലെങ്കിൽ ദൈവശാസ്ത്ര ചർച്ചകളെ ഉരുത്തിരിക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തി. ദൈവശാസ്ത്രപരമായി പരിശുദ്ധ അമ്മയെ അവതരിപ്പിക്കുക. നമ്മളിപ്പോ ഗ്ലോറിയസ് ഗോസ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ്സ് ആൻ ഓപ്പൺ ചലഞ്ച് ഫോർ ഓൾ. ദൈവശാസ്ത്രപരമായി പരിശുദ്ധ അമ്മയെ അവതരിപ്പിക്കുമ്പോൾ അവിടെ പെന്റക്കോസ്തൽ സുവിശേഷം അസ്തമിക്കും. വെയിലടിച്ചപ്പോ ഈ ആദാമിന്റെ അത്തിയല ഉണങ്ങി ചുരുണ്ടുപോയി. നാണം മാറ്റാൻ വേണ്ടി കെട്ടിയ അരയാടയാണ്. പക്ഷേ അത് ചുരുണ്ടുപോയി, വെയിലടിച്ച് ചുരുണ്ടുപോയി. എന്നതുപോലെ സുറിയാനി സഭയുടെ സത്യസുവിശേഷം, ആ ദൈവശാസ്ത്രം എന്ന ആ അത്യുജ്വല സൂര്യന്റെ ഉഷ്ണമടിച്ചാൽ ഉരുകിപ്പോകാത്തതും ചുരുണ്ടുപോകാത്തതും നാണവും നഗ്നതയും വെളിപ്പെടുത്താത്തതുമായ ഒരു ഉപദേശവും ഇന്ന് ക്രിസ്തീയ ലോകത്തിലില്ല. ഈ സത്യ ഉപദേശത്തിന്റെ സൂര്യകിരണങ്ങളും സൂര്യതാപവും ഏറ്റാൽ പ്രൊട്ടസ്റ്റന്റ് പാഷണ്ഡതയുടെയും നവീന മതക്കാരുടെയും നവപ്രവണതക്കാരുടെയും എല്ലാം ഉപദേശത്തിന്റെ അത്തിയിലകൾ ചുരുണ്ടുപോകും, അവരുടെ നഗ്നത വെളിപ്പെടും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വളരെ ശക്തമായി അവതരിപ്പിക്കുവാൻ ഗ്ലോറിയസ് ഗോസ്പൽ തീരുമാനിച്ചിട്ടുള്ളത്. കത്തോലിക്ക തിരുസഭ വരുമ്പോൾ ഇന്നലത്തെ ലൈവ് കഴിഞ്ഞപ്പോൾ ചില ആളുകൾക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഈ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നയം. കത്തോലിക്ക സഭ വളരെ വലിയൊരു സഭയാണ്. കത്തോലിക്ക സഭയെ നമ്മൾ സ്നേഹിക്കുന്നു, അതിലെ അംഗങ്ങളെ സ്നേഹിക്കുന്നു, അതിനെ ഓണർ ചെയ്യുന്നു. കത്തോലിക്ക സഭയും സുറിയാനി സഭയുമായിട്ട് പല കാര്യങ്ങളിൽ സഹകരണമുണ്ട്, ഡയലോഗുകൾ നടക്കുന്നുണ്ട്. അത് എങ്കിലും രണ്ട് സഭയാണ്. അപ്പൊ അത് അപ്പോസ്തോലിക സഭകൾ എന്ന നിലയ്ക്ക് അവർ ഒരു സഹകരണത്തിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, അതിന് വേറെ ക്ലാരിറ്റി വേണ്ട. പക്ഷേ തിയോളജിക്കലും ഹിസ്റ്റോറിക്കലുമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഫാക്ട്സ് മറച്ചു വെക്കാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ അതുകൊണ്ട് ദയവായി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇവിടെ കത്തോലിക്കരുമായിട്ട് യാതൊരു ഡിസ്പ്യൂട്ടുമില്ല. കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരുമായിട്ടോ അതിലെ വിശ്വാസികളുമായിട്ടോ ഒരു ഡിസ്പ്യൂട്ടില്ല. ഇവൻ നാളെയും കത്തോലിക്ക സഭയിൽ നിന്ന് പെന്റക്കോസ്തിലേക്ക് പോയിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തിയെ റീസ്റ്റോർ ചെയ്ത് കത്തോലിക്ക സഭയിലേക്ക് തന്നെയാണ് അയക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ പറയുന്നത് ഹിസ്റ്റോറിക്കലോ തിയോളജിക്കലോ ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ അതാണ് ഈ കത്തോലിക്ക സഭയുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കത്തോലിക്ക സഭയ്ക്ക് രണ്ട് സഹസ്രാബ്ദത്തിൽ സംഭവിച്ച ധാരാളം തെറ്റുകളുണ്ടെന്നും ആ തെറ്റുകളുടെ ഫലമായി സമൂഹങ്ങളും രാഷ്ട്രങ്ങളും സഭകളും വ്യക്തികളും കുടുംബങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ലോകത്തോട് പരസ്യമായി ഏറ്റുപറയുകയും അതിന് മാപ്പപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം അടഞ്ഞ അധ്യായങ്ങളല്ല, കഴിഞ്ഞ അധ്യായങ്ങളാണ്. നമ്മളിവിടെ ഹിസ്റ്ററിയാണ് പറയുന്നത്. അതുകൊണ്ട് ഹിസ്റ്ററി പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് കത്തോലിക്ക ഈ സഭകളെല്ലാം
ഈ സഭകളിലെല്ലാം കൈകളിൽ രക്തക്കറയുണ്ട്. കത്തോലിക്ക സഭയുടെ കൈകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് രക്തക്കറ കാണാം. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞ സഭയാണ്. ലക്ഷക്കണക്കിന് ഈസ്റ്റേൺ ഓർത്തഡോക്സുകാരെ കൊന്നിട്ടുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരെ കൊന്നിട്ടുണ്ട്. പ്രൊട്ടസ്റ്റന്റിന് ആവിർഭാവത്തിന് മുമ്പ് തന്നെ ദുർമന്ത്രവാദം ചെയ്തു എന്ന് പറഞ്ഞ ആയിരങ്ങളെ കൊന്നിട്ടുണ്ട്. എല്ലാത്തരം നവീന പ്രവണതകളെയും സ്വതന്ത്ര ചിന്തകളെയും അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ശാസ്ത്രചിന്തകരെ കൊന്നിട്ടുണ്ട്. അങ്ങനെ കൊലപാതകത്തിന്റെ ഒരു നീണ്ട പരമ്പരയുണ്ട്, രക്തക്കറയുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് നോക്കി, ഈസ്റ്റേൺ ഓർത്തഡോക്സുകാർ കൊന്നിട്ടുണ്ട്, സുറിയാനിക്കാരെ കൊന്നിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്, പള്ളികൾ പിടിച്ചെടുത്തിട്ടുണ്ട്, അപഹരിച്ചിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രൊട്ടസ്റ്റന്റുകാർ നല്ലവരല്ലേ? പ്രൊട്ടസ്റ്റന്റ് മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ വന്ന ആ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിൽ വന്ന ആ പ്രൊട്ടസ്റ്റന്റുകാര് അവർ കൊന്നിട്ടുണ്ട്. അവർ കൊന്നത് 30 വർഷം തുടർച്ചയായി ലക്ഷക്കണക്കിന് ആളുകളെയാണ്. പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിലും ഹംഗറിയിലും ഒക്കെ അവർ ആയിരങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. അനാബാപ്റ്റിസ്റ്റുകളെ വേട്ടയാടി യൂറോപ്പിൽ മുഴുവൻ കൂട്ടക്കൊലപാതകം നടത്തി. 30 വർഷം നീണ്ടു നിന്ന കൊലപാതക പരമ്പര നടത്തിയവരാണ് പ്രൊട്ടസ്റ്റന്റുകാർ. കൈകൾ ശുദ്ധമല്ല, രക്തക്കറയുണ്ട്. എല്ലാ ക്രിസ്തീയ സഭകളുടെയും കൈ നോക്കിയാൽ കൈകളിൽ രക്തക്കറയുണ്ട്. കൈകളിൽ രക്തക്കറയില്ലാത്ത ഒരേ ഒരു ക്രിസ്തീയ സഭാവിഭാഗം അത് സുറിയാനി സഭയാണ്. ആരെയും കൊന്നിട്ടില്ല, ആരുടെയും അപഹരിച്ചിട്ടില്ല, ആരുടെയും വസ്തു തട്ടിയെടുത്തിട്ടില്ല. കൊള്ളയടിക്കപ്പെട്ടവരുടെ സഭ, ആട്ടി ഓടിക്കപ്പെട്ടവരുടെ സഭ, അപമാനിക്കപ്പെട്ടവരുടെ സഭ, കൊല്ലപ്പെട്ടവരുടെ സഭ, ഉപേക്ഷിക്കപ്പെട്ടവരുടെ സഭ, രക്തസാക്ഷികളുടെ സഭയെന്ന് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി 2 വർഷം മുമ്പും വിശേഷിപ്പിച്ചു. കത്തോലിക്ക തിരുസഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞു, ഇതാ രക്തസാക്ഷികളുടെ സഭ. ഇന്നുവരെ ആരുടെയും പള്ളി തട്ടിയെടുക്കാൻ പോയിട്ടില്ല, ആരെയും കൊല്ലാൻ പോയിട്ടില്ല, ആരുടെയും അപഹരിച്ചിട്ടില്ല. അപഹാരത്തെ സന്തോഷത്തോടെ സഹിച്ചു. അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ സുറിയാനി സഭയെ പറ്റി എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്തുണ്ട് എന്നറിഞ്ഞ് ഉത്തമ സമ്പത്തിന്റെ ഉത്തമ ബോധ്യത്തിൽ സമ്പത്തുക്കളുടെ അപഹാരത്തെ സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സമ്പത്തുകൾ അപഹരിക്കപ്പെട്ട ഏത് സഭയുടേതാണ്? സുറിയാനി സഭയുടേതാണ്. നഷ്ടപ്പെട്ടത്, കൊല്ലപ്പെട്ടത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ദിസ് ഈസ് ഹിസ്റ്ററി, ഫാക്റ്റ് ആണ്, ഇതിനെ മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ കാലം മാറി, ടൈം ഹീൽസ്. കാലം എല്ലാത്തിനെയും സൗഖ്യമാക്കുന്നു, ടൈം ഹീൽസ്. പിൽക്കാലത്ത് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരുന്ന സാഖ പ്രഥമ പാത്രിക്കീസ് ബാവ ജോൺ പോൾ 2 മാർപ്പാപ്പയെ പോയി കാണുക, അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിക്കുകയും അവരൊരുമിച്ച് ഫെലോഷിപ്പ് ഉണ്ടാവുകയൊക്കെ ചെയ്തു. സഹകരണത്തിന്റെ സഹവർത്തിത്വത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കുകയാണ്. പിന്നീട് ഇപ്പോഴത്തെ അപ്രയം കരീം ബാവ ഇപ്പോഴത്തെ മാർപ്പാപ്പയെ പോയി കാണുന്ന കണ്ടു. നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ പൗലുസ് കാതോലിക്ക ബാവ, പരിശുദ്ധ ബാവ പോയി റോമിൽ പോയിരുന്നു. അതുപോലെ പിന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ ബാവ മോസ്കോയിൽ പോയിരിക്കുന്നതായിട്ട് കണ്ടു. സഭകൾ തമ്മിൽ സഹവർത്തിത്വം, ഡയലോഗുകൾ, ചർച്ചകളൊക്കെ നടക്കുന്നു. ടൈം ഹീൽസ്. ഇത് ഇന്നത്തെ കാലമാണ്. അപ്പൊ ഇത് ഒരു ലൈവിൽ ഒരു കാര്യം പറയുമ്പോൾ, ഹിസ്റ്ററി പറയുകയും തിയോളജി പറയുകയും ചെയ്യുമ്പോൾ അത് കണ്ടംപററി ഇഷ്യൂമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് ചിന്തിക്കരുത്. ഇത് രണ്ടും 2 കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പല സുഹൃത്തുക്കളും ഇന്നലെ ഇടറിപ്പോയി പറയുന്നുണ്ട്. ദിസ് ഈസ് ഫാക്ട്. ഇപ്പൊ കത്തോലിക്ക സഭയ്ക്ക് മരിയോളജി ഉണ്ട്. ഇന്നലെ എന്നെ ഒരാൾ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, കത്തോലിക്ക സഭയ്ക്ക് മരിയോളജി ഉണ്ട്. അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് മരിയോളജി ഉണ്ട്. അത്രമാത്രം ഞങ്ങൾ മാതാവിനെ ബഹുമാനിക്കുന്നു, മാതാവിനെ സ്നേഹിക്കുന്നു, മാതാവിന് വേണ്ടി ഞങ്ങൾ ഒരു ഓളജി തന്നെ മാറ്റിവെച്ചിരിക്കും. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന് പല ബ്രാഞ്ചുകളുണ്ട്. ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ തിയോളജിയാണ്. തിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി അബൌട്ട് ഗോഡ്, തിയോസ്. ക്രിസ്തുവിനെ സംബന്ധിച്ച് ക്രിസ്റ്റോളജി, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ന്യൂമാറ്റോളജി, പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ച് ബൈബിളിനെ സംബന്ധിച്ച് പഠിക്കാൻ ബിബ്ലിയോളജി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് അവർക്കുണ്ട്. സഭയെ സംബന്ധിച്ച് എക്ലീഷിയാണ് സഭ, എക്ലീഷിയോളജി. മനുഷ്യനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആന്ത്രോപോളജി. ഭാവികാല സംഭവങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ എസ്കറ്റോളജി. നമുക്ക് ധാരാളം ഓളജികളുണ്ട്. രക്ഷ, സാൽവേഷൻ, റിഡംഷൻ, ദ സ്കീം ഓഫ് റിഡംഷൻ, ദ പ്ലാൻ ഓഫ് റിഡംഷൻ, അതേക്കുറിച്ചൊക്കെ പഠിക്കുക. അതാണ് സൊറ്റീരിയോളജി. ഇത് ദൈവശാസ്ത്രത്തിന്റെ ബ്രാഞ്ചുകളാണ്.
ഒരുപാട് ബ്രാഞ്ചുകൾ. ഡീമൺസിനെ സംബന്ധിച്ച്, ഭൂതങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ അധികം ഡെവലപ്ഡ് അല്ലാത്തൊരു ബ്രാഞ്ചാണ് ഡീമണോളജി എന്ന ഒരു ബ്രാഞ്ചാണ്. ഇറ്റ്സ് എ ബ്രാഞ്ച്. മിഷൻ എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം, അതേക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ബ്രാഞ്ച്. മിസിയോളജി. അപ്പൊ എന്തുമാത്രം ഓളജികളാണ് ഉള്ളത്. വി ഹാവ് ലോട്ട് ഓഫ് ഓളജീസ്. പക്ഷേ മേരിയെക്കുറിച്ച് പഠിക്കുവാൻ ഒരു മരിയോളജി അത് പ്രൊട്ടസ്റ്റന്റിനില്ല, അത് കത്തോലിക്ക സഭയ്ക്കാണുള്ളത്. അപ്പൊ കത്തോലിക്ക സഭയ്ക്ക് ഒരു മരിയോളജി തന്നെയുണ്ട്. പക്ഷേ ഓർത്തഡോക്സ് സഭയ്ക്ക് അല്ലെങ്കിൽ സുറിയാനി സഭയ്ക്ക് ഒരു മരിയോളജി ഇല്ല. കാരണം എന്താ? സുറിയാനി സഭയുടെ ക്രിസ്റ്റോളജി മറിയത്തോട് ചേർന്നാണ് പോകുന്നത്. അപ്പൊ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് മറിയത്തെ പഠിക്കുന്നതോ പഠിപ്പിക്കുന്നതോ സുറിയാനി പാരമ്പര്യമല്ല. മേരിയെ കാണുന്നത് ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിനോട് ചേർന്നാണ്. അതുകൊണ്ടാണ് എപ്പോഴും കുഞ്ഞിനെ ഏന്തി നിൽക്കുന്ന മാതാവിനെയാണ് സുറിയാനി സഭ ചിത്രീകരിക്കുന്നത്. നിങ്ങൾ ഐക്കണുകളിലൊക്കെ നോക്കി അറിയാം, കുഞ്ഞുമായിട്ടാണ് നിൽക്കുന്നത്. കുഞ്ഞില്ലാതെ നിൽക്കുന്ന ഒരാളല്ല, രണ്ടു കൈയും വിട്ടിങ്ങനെ നിൽക്കുന്ന മാതാവ് സുറിയാനി സഭയെ കാണത്തില്ല. അത് സുറിയാനി സഭയുടെ ദൈവശാസ്ത്ര ദർശനമാണ്. കാരണം സുറിയാനി സഭയുടെ ക്രിസ്റ്റോളജിയിലെ ഏറ്റവും കേന്ദ്ര കഥാപാത്രം മേരിയാണ്. പിന്നെ നമുക്ക് വേറൊരു മരിയോളജിയുടെ ആവശ്യമില്ല. അതാണ് വ്യത്യാസം. കാരണം സുറിയാനി സഭയുടെ ക്രിസ്റ്റോളജിയിൽ മേരിയാണ് കീ കഥാപാത്രം. മേരിയിൽ ചുറ്റിപ്പറ്റിയാണ് മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസ്തുതിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം, വചനത്തിന്റെ ജഡാവതാരം, അതിനകത്ത് ഏറ്റവും സിഗ്നിഫിക്കന്റ് കീ റോൾ പ്ലേ ചെയ്തിരിക്കുന്ന മേരിയാണ്. അപ്പൊ ആ ക്രിസ്റ്റോളജി കഴിഞ്ഞ് അതിനപ്പുറത്ത് ഒരു മെരിയോളജിയുടെ ആവശ്യമില്ല. കാരണം നമ്മുടെ സുറിയാനി സഭയുടെ ക്രിസ്റ്റോളജി തന്നെ മേരിയെ സംബന്ധിച്ച് മറിയത്തിൽ നിന്ന് ജഡമെടുത്തു. ഇതാണ് നമ്മുടെ പാത്രിയർക്കീസ് മാർ സേവേറിയോസ് നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ച ഉന്നത ഗോപുരം നമ്മുടെ മാർ കൂറിലോസ്. അല്ലെങ്കിൽ മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച നമ്മുടെ പാത്രിയർക്കീസ് മാർ സേവേറിയോസ്. അല്ലെങ്കിൽ മറിയത്തെ സംബന്ധിച്ച് ദൈവമാതാവ് നിത്യകന്യകയും മഹാഭാഗ്യവതിയും എന്ന് പ്രസംഗിച്ച മാർ അത്താനാസിയോസ്. ഇവരെല്ലാം ക്രിസ്റ്റോളജിയാണ് പറഞ്ഞത്. കാരണം ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ വചനത്തിന്റെ ജഡാവതാരം അത് മേരിക്കാണ് പ്രാധാന്യം, മറിയത്തിന്റെ പ്രാധാന്യം അവിടെയാണ്. അതുകൊണ്ട് നമുക്ക് ക്രിസ്റ്റോളജിക്ക് അപ്പുറത്ത് ഒരു മരിയോളജിയുടെ ആവശ്യമില്ല. ക്രിസ്റ്റോളജി മാറ്റി മരിയോളജി കൊണ്ടുപോകുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ ക്രിസ്റ്റോളജിയിൽ ഇവിടെ മേരിയില്ലേ. അപ്പൊ മേരി ഇല്ലാത്ത ഒരു ക്രിസ്റ്റോളജി അവർ വെച്ചിരിക്കുന്നു, പിന്നെ ഒരു മരിയോളജി വേറെ ഉണ്ടാക്കും. ഉണ്ണിയേശുവിനെ കൂടാതെയുള്ള ഒരു മേരി സുറിയാനിക്കാരന്റെ സ്വപ്നങ്ങളിലില്ല. കാരണം നമ്മൾ മേരിയെ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ പരിശുദ്ധ മറിയത്തെ കാണുന്നത്? ഉണ്ണിയേശുവിന്റെ അമ്മ എന്ന നിലയ്ക്ക്, നമ്മുടെ കർത്താവിന്റെ അമ്മ എന്ന നിലയ്ക്കാണ്. അല്ലാതെ വിശുദ്ധയായ ഒരു സ്ത്രീ എന്ന നിലയ്ക്കല്ല. കർത്താവിന്റെ മാതാവ്, എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള, അതായത് നമ്മളെ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടാണ് മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് പറയുന്നത്. അതാണ് ആ ചിത്രീകരണത്തിലെ വ്യത്യാസം. അപ്പൊ ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കൽക്കൂനിയൻ സുന്നഹദോസിലാണ്. കൽക്കൂനിയൻ സുന്നഹദോസിൽ അത് അല്പം മൂപ്പളമ കാണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതിലൂടെ 3 കേന്ദ്ര നേതൃത്വമായിരുന്നു ക്രിസ്തീയ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. അന്ത്യോക്യ, അലക്സാൻഡ്രിയ, റോം. ഇത് 3 ക്രിസ്തീയ സഭയുടെ നേതൃകേന്ദ്രങ്ങൾ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ ഒരു ലീഡർഷിപ്പ്, ഒരു ട്രിനിറ്റേറിയൻ ലീഡർഷിപ്പ് ആയിരുന്നു ആദിമ സഭയ്ക്കുണ്ടായിരുന്നത്. അന്ത്യോക്യ, അലക്സാൻഡ്രിയ, റോം. ഇത് 3 ആദിമ സഭയിലുണ്ടായിരുന്ന 3 C. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശിന്റെ മുകളിൽ എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ലാത്തിൻ ഭാഷയിലും എഴുത്തുണ്ടായിരുന്നു. ഇവൻ യഹൂദന്മാരുടെ രാജാവ്. 3 ലാംഗ്വേജ് ആയിരുന്നു. അതുപോലെ തന്നെ 3 ലാംഗ്വേജിൽ സുറിയാനി ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ലത്തീൻ ഭാഷയിലും പ്രാമുഖ്യമുള്ള 3 വിങ്ങുകളായിട്ട് സഭ വന്നു. ഒരു ട്രിനിറ്റേറിയൻ ലീഡർഷിപ്പ് ആയിരുന്നു. പിന്നീട് റോമൻ സാമ്രാജ്യം 2 ഈസ്റ്റും വെസ്റ്റുമായിട്ട് റോമൻ സാമ്രാജ്യത്തിൽ ശാക്തീകരിച്ച് 2 വിഭാഗമായി റോമൻ സാമ്രാജ്യം. അപ്പൊ റോമൻ സാമ്രാജ്യത്തിന്റെ ഈസ്റ്റേൺ ഭാഗത്തിന്റെ ക്യാപിറ്റലായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ വന്നപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ സിറ്റിക്ക് വലിയ പ്രാധാന്യം വന്നു. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ സിറ്റിയിലെ പാത്രിയർക്കീസ്, റോമിലെ പാത്രിയർക്കീസ്
ഈ ലീഡിംഗ് റോളിൽ നിൽക്കുമ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിക്കീസ് താന്നു പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ 3 പേർക്ക് തുല്യമായിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിക്കീസിനെ ഉയർത്തി. അത് കഴിഞ്ഞപ്പോഴാണ് 4 പാത്രിക്കീസുമാർ എന്നുള്ളൊരു രീതി വരുന്നത്. അതുകൊണ്ട് അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോമ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിങ്ങനെ വന്നു. ഇതിനകത്ത് ഈ അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലുമാണ് ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്ര ദർശനം ഫിലോസഫിക്കലായിട്ട്, തിയോളജിക്കലായിട്ട്, ഡോക്ട്രിനലായിട്ട് ഈ ദൈവശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അവരാണ്, അവിടെയുള്ള പിതാക്കന്മാരാണ്. ഈ അന്ത്യോക്യൻ പിതാക്കന്മാരും അലക്സാണ്ട്രിയൻ പിതാക്കന്മാരും, ഈ അന്ത്യോക്യൻ പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറെ ഗ്രീക്കുകാർ നടപ്പുണ്ട്. അവരല്ല ഒറിജിനൽ അന്ത്യോക്യൻ, സുറിയാനി സഭയുടേതാണ് ഒറിജിനൽ പിതാക്കന്മാർ. അപ്പോൾ ഒറിജിനൽ സുറിയാനി സഭയുടെ പിതാക്കന്മാരും ഈ അലക്സാണ്ട്രിയൻ പിതാക്കന്മാരും വലിയ സ്നേഹത്തിലും ഐക്യത്തിലാണ്. അത് ഒരു കാലത്തും ഭംഗം വന്നിട്ടില്ല. ഈ 2000 വർഷത്തിനിപ്പുറത്തും ആ സ്നേഹബന്ധത്തിനും ഐക്യത്തിനും ഭംഗം വന്നിട്ടില്ല. അതിപ്പോഴും ആ ഐക്യത്തിലാണ്. അതുകൊണ്ട് ഈ 3 സുന്നഹദോസുകൾ, നിക്കിയ സുന്നഹദോസ്, പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ, എഫേസോസ്, ഈ 3 സുന്നഹദോസുകൾ കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ ഒരുപാട് ഹെരസികൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. നിങ്ങൾക്കറിയാം, ഈ നേതൃത്വം, ഈ അന്ത്യോക്യൻ അലക്സാണ്ട്രിയൻ നേതൃത്വം ബൈബിൾ രൂപീകരിക്കുന്നതിന് മുമ്പ് 80 കൊടിയ ദുരുപദേശങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത സഭയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭീകരമായ 80 ഹെരസികളെ ബൈബിൾ ഇല്ലാതെ കൈകാര്യം ചെയ്ത് പരാജയപ്പെടുത്തി വിശ്വാസത്തെ, വിശുദ്ധമായ വിശ്വാസത്തെ, സത്യവിശ്വാസത്തെ നിർവചിച്ച്, അതാണ് ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക പരിശുദ്ധ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന പിതാക്കന്മാർ. അത് ബൈബിളൊന്നുമില്ല അവിടെ, ബൈബിൾ വെച്ചല്ല, പിന്നീടാണ് ബൈബിൾ. അപ്പൊ ഈ ബൈബിള് ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പ് 80 ഹെരസികളെ കൈകാര്യം ചെയ്ത സഭാ പാരമ്പര്യമാണ്. ആ സഭകളാണ് അന്ത്യോക്യയിൽ നിന്നും അലക്സാണ്ട്രിയയിൽ നിന്നുള്ള ഡെലിഗേഷൻ. അന്ത്യോക്യയിൽ നിന്നും അലക്സാണ്ട്രിയയിൽ നിന്നുമുള്ള പ്രതിനിധി സംഘം കൽക്കുനിയൻ സുന്നോദോസിൽ എത്താൻ ലേറ്റായി, അല്പം താമസിച്ചപ്പോൾ ഇവരുടെ മൂപ്പ് ഏതാണ്? അതിപ്പോ ഈ അന്ത്യോക്യക്കാരും അലക്സാണ്ട്രിയക്കാരും വലിയ മുഴുപ്പ, അവർക്ക് എന്തോ അറിയാൻ, നമുക്കറിയാൻ പറ്റാത്ത തിയോളജിയാണ് അറിയാം. ഇവരങ്ങ് മിടുക്കന്മാരായി. പെട്ടെന്ന് തന്നെ ഈ അന്ത്യോക്യയിൽ അലക്സാണ്ട്രിയയിൽ നിന്ന് ആള് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തീരുമാനങ്ങളെല്ലാം എഴുതി ഓവർ സ്മാർട്ടാകുക എന്ന് പറയും. അങ്ങനെ ഓവർ സ്മാർട്ടായി ഈ നെസ്തോറിയന്റെ ദുരുപദേശത്തെയാണ് കണ്ടം ചെയ്യുന്നത്. അപ്പൊ നെസ്തോറിയന്റെ ദുരുപദേശത്തേക്ക് ഓൾറെഡി അന്ത്യോക്യയിലെ സീറുകളൊക്കെ കണ്ടം ചെയ്ത് എഫേസോസ്, സുന്നോദോസ് ഒക്കെ ഉണ്ട്. അതിന്റെ കുറച്ച് നോട്ടും കത്തും ഒക്കെ ഇവരുടെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്തിനാണ് അന്ത്യോക്യക്കാരും അലക്സാണ്ട്രിയക്കാരും വരാൻ കാത്തിരിക്കുന്നത്? നമുക്ക് തന്നെ ഇതങ്ങ് പാസ്സാക്കാമല്ലോ, അതിന്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പം റോമിൽ നിന്ന് മാർപ്പാപ്പ പെട്ടെന്ന് ഒരു എഴുത്ത് എഴുതി കൊടുത്തു. ഇപ്പൊ മാർപ്പാപ്പയുടെ എഴുത്തും വായിച്ച് പെട്ടെന്ന് ഇവർ ഒപ്പിട്ട്, ഇവർ തീരുമാനിച്ചു, ഇവർ വിശ്വാസം ഒക്കെ ഉണ്ടാക്കി പ്രഖ്യാപിച്ചു. പെട്ടെന്നായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. ഈ ശശി ചക്ക സൈക്കിളെ വെച്ച പോലെ, ശശി ചക്കയും കൊണ്ടുപോകാൻ വേണ്ടി ശശി ചക്കയെടുത്ത് സൈക്കിളെ വെച്ചു. പെട്ടെന്ന് കിട്ടുന്ന വെപ്രാളത്തില്, കാരണം അന്ത്യോക്യയിൽ നിന്ന് അലക്സാണ്ട്രിയ നാൾ വരുന്നതിന് മുമ്പ് കെട്ടണ്ടേ, പെട്ടെന്ന് കെട്ടി, ടയർ കൂട്ടിയാണ് കെട്ടിയത്. ഈ സൈക്കിളിന്റെ ടയർ കൂട്ടി കെട്ടി വെച്ചു. പിന്നെ പെട്ടെന്ന് അന്ത്യോക്യക്കാരും അലക്സാണ്ട്രിയക്കാരും വന്നപ്പോഴേക്കാണ് ഈ ശശി ഇതുകൊണ്ട് ഈ കൽക്കൂനിന് ഉപദേശമായിട്ട് പെട്ടെന്ന് സൈക്കിളിന്റെ സ്റ്റാൻഡും തട്ടി കയറാൻ നോക്കിയപ്പോൾ ഉരുണ്ട് വീഴാൻ തുടങ്ങി. അന്ന് തൊട്ട് വീഴാൻ തുടങ്ങിയാണ്. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം, ഇവരാണ് അതിന്റെ ആധികാരികമായിട്ട് തിയോളജി അറിയാൻ. ഇപ്പൊ ഇവർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിൽ തെറ്റിപ്പോയി, ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഈഗോ, ചെറിയൊരു വ്യത്യാസം, ആ തിരുത്തു വരുത്തുവാൻ ഇവർ തയ്യാറല്ല. ഇവർ അന്നേരം തൊട്ട് പറഞ്ഞു വരുത്തി അന്ത്യോക്യക്കാരും അലക്സാണ്ട്രിയക്കാരും നെസ്തോറിന്റെ ആളാണെന്ന് പറഞ്ഞു വരുത്തി, പിന്നെ എവുത്തിക്കോസിന്റെ ആളാണെന്ന് പറഞ്ഞു വരുത്തി. ഇവർ പല ആരോപണങ്ങൾ പറഞ്ഞു വരുത്തി. ഇന്നും നിങ്ങൾ ഇന്റർനെറ്റിൽ പരിശോധിച്ചാൽ മോണോഫൈസൈറ്റ്സ് ആണെന്നും യൗത്തിക്കാനിസം അവർ പിടിച്ചിരിക്കുന്നു ഒക്കെ പറയും. ഇവരുടെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ആ പരിശുദ്ധ വിശ്വാസം എന്താണെന്ന് പുറം ലോകം അറിയരുതെന്ന് ആഗ്രഹിച്ച് അത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ പാശ്ചാത്യ ലോകത്ത് നടപ്പിലാക്കി. അതുകൊണ്ട് പാശ്ചാത്യ ലോകം അല്ലെങ്കിൽ സ്കോളാസ്റ്റിക് വേൾഡ് ഒരിക്കലും ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ സത്യവിശ്വാസത്തെ തിരിച്ചറിഞ്ഞില്ല. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കാൻ അവസരം കിട്ടിയ ചുരുക്കം ചില ആളുകളാകട്ടെ, അവരും പുതുതായിട്ട് കിട്ടിയ സ്ഥാനലബ്ധിയിലും സൗഹൃദത്തിലും സൗഹൃദവേദിയിലും മിടുക്കന്മാരാകാൻ വേണ്ടി കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇതിന് ഓശാന പാടി ഈ സത്യവിശ്വാസം അതാത് വേദികളിൽ പ്രഘോഷിക്കുവാൻ അവരും തയ്യാറായില്ല. കാരണം അവര് വിഭവസമൃദ്ധമായ വിരുന്നുമേശകളിലെ വിഭവങ്ങൾ കണ്ട് കൊതിയൂറിയപ്പോ അവരും എന്ത് ചെയ്തു? സത്യവിശ്വാസത്തെ മറന്നു കളഞ്ഞു. ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് സത്യം പറയാണ്, ഈ ലോക ക്രൈസ്തവ ലോകത്തിലെ
ഏറ്റവും ശുദ്ധവും ഏറ്റവും കൃത്യവും ഏറ്റവും വ്യക്തവും ഏറ്റവും നേർ പാരമ്പര്യമുള്ളതുമായ അപ്പോസ്തോലിക വിശ്വാസം നമ്മുടെ വിശ്വാസമാണ്. ഇന്ന് മലങ്കരയിലെ സുറിയാനി സഭയുടെ കയ്യിലിരിക്കുന്ന വിശ്വാസമാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ബാക്കിയുള്ളവരെല്ലാം കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരടിപിടി നടന്നു, അടിച്ചതാരാ തല്ലിതാരാ കുത്തിയതാരാ ഇതൊന്നും അറിയത്തില്ല. പിന്നെ ക്രൈം സീൻ വിസിറ്റ് ചെയ്യുകയാണ് CSI ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ ആണ്. CSIക്കാരാണ്, CSI സഭ എന്ന് പറയും. ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷനാണ്. നേരിട്ട് കണ്ടവരാരുമില്ല, കണ്ടവരും ഇല്ല, കേട്ടവരും ഇല്ല. പക്ഷേ സുറിയാനി സഭയെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങളുടെ കാതുകളാൽ ശ്രവിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് അറിയിക്കുന്നു. ആ പാരമ്പര്യത്തിലുള്ള സഭയാണ്. മറ്റേ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ CSI സഭകളാണ്. ക്രൈം സീൻ അവരവിടെ ചെന്ന് ഒരു ബീഡിക്കുറ്റി കിടപ്പുണ്ട്, ഒരു ബീഡിക്കുറ്റി എഴുതി. ഇവിടെ ഒരു ഷൂസിന്റെ പാടുണ്ട്, ആ ഒരു ഷൂസിന്റെ പാട് ഇവർ ഊഹിക്കുക, അനുമാനിക്കുക, നിഗമനങ്ങളിലെത്തുകയാണ്, കൺക്ലൂഷനിലെത്തുകയാണ്. ഇങ്ങനെ കുറെ ഫ്രാഗ്മെന്റ്സ് ആണ് ഈ ബൈബിൾ. ഇത് വെച്ച് അവിടുത്തെ ഒരു വാക്യമെടുത്തു, ഇവിടുത്തെ ഒരു വാക്യമെടുത്തു, പിന്നെ ഇവിടുന്ന് ഒരു വാക്യമെടുത്ത് ഇവർ തുന്നിപ്പിടിപ്പിച്ച് ഇവരുടെ ഭാവനയിൽ അറസ്റ്റ് ചെയ്തു. ഏതാ? തയ്യക്കാരൻ തങ്കപ്പനാണ് ഇത് ചെയ്തത്. ഒന്നും അറിയാതിരുന്ന തയ്യക്കാരൻ തങ്കപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. ഞാൻ പറഞ്ഞു, ഇതാണ് തിയോളജി. അപ്പൊ അത്തരത്തിലുള്ള തിയോളജികളാണ് ഈ സഭകളുടെ എല്ലാം തിയോളജി. സത്യ ഉപദേശം നമ്മുടേതാണ്, സത്യ ഉപദേശം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ രണ്ടു കൈയും വിട്ടു നിൽക്കുന്ന മാതാവൊന്നും സുറിയാനി സഭയിലില്ല. സുറിയാനി സഭയിലെ മാതാവ് യേശുവിനെ ഏന്തി നിൽക്കുന്ന മാതാവാണ്. നമ്മൾ ക്രിസ്തുവുമായിട്ട് ചേർന്നാണ് മാതാവ് നിൽക്കുന്നത്. അപ്പൊ അതതിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ അത് തിയോളജിക്കൽ വ്യത്യാസമാണ്. അപ്പൊ ഈ ഈഗോ കയറി കഴിഞ്ഞപ്പോ ഇവരവിടുന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് പാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവര് കൽക്കുനിയൻ സുന്നോസ് പാക്കപ്പ് ചെയ്തു. അപ്പൊ അവിടെയാണ് ഡിവിഷൻ വന്നത്, അവിടെയാണ് വ്യത്യാസം വന്നത്. നമ്മുടെ സഭയുടെ വിശ്വാസം സത്യവിശ്വാസമാണ്. അത് പറയുവാൻ എനിക്ക് നല്ല ധൈര്യമുണ്ട്, എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്, അല്പമായ അഭിമാനമുണ്ട്, അഹങ്കാരം ഒട്ടുമില്ല. കാരണം ഇത് കർത്താവിന്റെ കരുണയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് സത്യവിശ്വാസം. ഈ സത്യവിശ്വാസത്തെ പ്രചരിപ്പിക്കുക. ഈ ഡയലോഗുകൾ നടക്കുന്നുണ്ട്, ഓരോ വ്യക്തികൾ, ഇതെല്ലാം വ്യക്തിപരമായിട്ട് നമ്മുടെ കൺവിക്ഷൻസ് ആണ്. വ്യക്തിപരമായി ഞാൻ പറഞ്ഞില്ലേ, സുറിയാനി സഭയുടെ ദൈവശാസ്ത്ര ദർശനത്തിൽ അതിന്റെ വേൾഡ് വ്യൂവില് ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നു. മഹാകാരുണ്യം, ദൈവത്തിന്റെ മഹാകാരുണ്യം, ദൈവത്തിന്റെ മഹാസ്നേഹം, ഇത് രണ്ടുമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൽ ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ക്രോധം, ദൈവത്തിന്റെ നീതി, ശിക്ഷാവിധികള്, അങ്ങനെ ആ രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ ദൈവത്തിന്റെ മഹാകാരുണ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള പരിശുദ്ധ അമ്മ ദൈവമാതാവെന്നുള്ള, മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്നുള്ള ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസമാണ് സുറിയാനി സഭയുടെ വിശ്വാസം. സുറിയാനി സഭയുടെ വിശ്വാസം കയ്യിൽ കിട്ടിയിട്ടുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണെന്ന് വീണ്ടും പറയുവാൻ എനിക്ക് അശേഷം മടിയില്ല എന്ന് മാത്രമല്ല, വളരെ താല്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വിശ്വാസം ഒരു കാരണവശാലും ഉപേക്ഷിച്ചുള്ള, ഞാനത് ഉപേക്ഷിച്ച ഒരാളാണ്. ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു, എനിക്കിതേക്കുറിച്ചൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ കേൾക്കുന്നത് പാശ്ചാത്യ സുവിശേഷമാണ്, അതനുസരിച്ച് ഇത് പിശാചാണ് നിൽക്കുന്നത്, യേശു ദൈവമാണ്. യേശു എങ്ങനെയാണ് ദൈവമായത്? നമ്മളോട് പറഞ്ഞ യേശുവാണ് ദൈവം, ഇതൊക്കെ പിശാചാണ്. നമ്മളത് വിശ്വസിച്ചു. അപ്പൊ അതിനെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിഞ്ഞില്ല. അപ്പൊ ആ നഷ്ടബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ മിണ്ടായിരുന്നു. ഞാൻ പെന്തക്കോസ്ത് കൂട്ടായ്മയോടുള്ള ബന്ധം ഉപേക്ഷിച്ചപ്പോൾ എന്നോട് എൻ്റെ പല സ്നേഹിതരും ചോദിച്ചു, അത് ഉപേക്ഷിച്ചെങ്കിൽ ഓക്കെ, എന്തിനാണ് തിരിച്ചു പറയാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ശാന്തമായി, എത്രയോ ആളുകൾ പെന്തക്കോസ്ത് വിട്ടിട്ടൊക്കെ ശാന്തമായി ജീവിക്കുന്നു. അങ്ങനെ ഒരു ശാന്തമായ ഒരു ജീവിതം നയിച്ചുകൂടെ? ഞാനും അങ്ങനെ ചിന്തിച്ചാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമുള്ള കാര്യമല്ല. വെറും ഒരു, ഞാൻ പറഞ്ഞ ഭൗതികമായിട്ടുള്ള കാര്യം, ലോകപരമായിട്ട് നോക്കിയാൽ എനിക്ക് ഒരു നേട്ടവും ഇല്ല, ഒരു കാര്യമുള്ള കാര്യമല്ല. അപ്പൊ എന്തിനാണ് ഈ അനാവശ്യ കാര്യം ചെയ്യുന്നതെന്ന് എന്നെ പലരും നിരുത്സാഹപ്പെടുത്തി. ഞാനും ചിന്തിച്ചു. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുന്നതാണ്, എൻ്റെ അവസ്ഥയിൽ, എൻ്റെ അന്നത്തെ അവസ്ഥയിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ ആൾക്ക് ഞാൻ ഈ പറയുന്നത് കൊണ്ട് പ്രയോജനപ്പെട്ടെങ്കിൽ. കാരണം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഇന്നിപ്പോൾ 1200 മാർക്ക് മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 1400 മാർക്ക് മേടിച്ചേനെ. കാരണം അന്നത്തെ സമയത്ത് നമുക്കൊരു കാര്യം അറിയത്തില്ലെങ്കിൽ
ഈ കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ യാതൊരു സംവിധാനവും ഇല്ല. സത്യമായിട്ട് ഞാൻ പറയുന്നത് യാതൊരു സംവിധാനവും. എൻ്റെയൊക്കെ ജീവിതത്തിൽ, കാരണം സ്കൂളിലെ അധ്യാപകരെന്നൊക്കെ പറഞ്ഞാൽ, ഞങ്ങളുടെ മണറാട് സ്കൂളിലെ അധ്യാപകരെന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ്സിൽ വന്നിട്ട്, ഞാൻ പേര് പറയുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല, ക്ലാസ്സിൽ വന്നിട്ട് എല്ലാവരും ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കണ്ടത്തി വെള്ളം വെക്കാൻ പോകും. ഇതെല്ലാം ഗ്രാമമാണല്ലോ. എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ സാറില്ല, സാറ് പിന്നെ വെള്ളം തിരിച്ചുവിടാൻ പോയിരിക്കുക. കാരണം ഒരു കണ്ടത്തിലോട്ട് മോട്ടർ വെച്ചാണെങ്കിൽ പുള്ളി ഈ പീരീഡിൽ വരും. ഇവിടെ വന്നിട്ട് നമ്മളെ ചിരിച്ചു കാണിച്ചിട്ട് പുള്ളി അപ്പുറത്തോട്ട് തിരിച്ചു പോയി. അപ്പം ഈ രീതിയിലുള്ള പഠിപ്പില്ല. പിന്നെ അതുപോലെ അവർക്ക് തന്നെ വലിയ കാര്യങ്ങളാണ്. അവർ എന്തൊക്കെയോ എന്ന് പറയുന്നു. നമ്മളൊരു കൗണ്ടർ ക്വസ്റ്റ്യനോ ഒരു ഡൗട്ടോ ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്യാത്തക്ക വിധത്തിൽ വിഷയം അറിയാവുന്ന അധ്യാപകരൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവരുടെ ആ അന്നത്തെ പിള്ളേരോടുള്ള ഒരു മനോഭാവവും ആ ഒരു റാപ്പോർട്ടൊന്നുമില്ല. അവരുടെ ആ ബന്ധമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പിള്ളേരൊന്നും സാറിനോട് സംശയം ചോദിക്കാൻ പോകത്തില്ല. പിന്നെയുള്ളത് ട്യൂഷൻ സാറന്മാരാണ്. ട്യൂഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി. ട്യൂഷൻ സാറന്മാരെന്ന് പറഞ്ഞാലും തീരെ അറിവില്ലാത്ത ആളുകൾ കഷ്ടിച്ചെന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന അവരോട് നമുക്ക് സംശയങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. അത് നല്ല ട്യൂഷന് പോകണേ നല്ല സാമ്പത്തിക ചെലവുണ്ട്, പൈസയുള്ള വീട്ടിലെ പിള്ളേർക്ക് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാ വിഷയത്തിനും ട്യൂഷന് പോകാൻ പറ്റത്തില്ല. ആകെപ്പാടെ പ്രയാസമുള്ള ഒരു വിഷയത്തിനൊക്കെയാണ് ട്യൂഷന് വിടുന്നത്. അപ്പൊ എനിക്കൊന്നും അങ്ങനെ ഒരു പ്രയാസമുള്ള വിഷയങ്ങളൊന്നും ഇല്ല. മിക്ക വിഷയത്തിനൊക്കെ ജയിക്കുന്നുണ്ട്, ട്യൂഷനൊന്നും പോകത്തുമില്ല. പിന്നെ ഇതെവിടെയാ ചോദിക്കുന്നത്? അപ്പൊ ഇന്നത്തെ പിള്ളേർക്ക് അതല്ല. ഇന്നത്തെ പിള്ളേർക്ക് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇഷ്ടംപോലെ സഹായകമായിട്ട് ഗൈഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓൺലൈൻ ട്യൂഷൻ ആയാലും വീഡിയോ ആയാലും. അപ്പൊ പിന്നെ വലിയ കാര്യമൊന്നുമില്ല 1200 മാർക്ക് മേടിക്കും. ഇന്നത്തെ ഒരു രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടായി നമ്മൾ അതിനേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കുമായിരുന്നു, ഉറപ്പായിട്ടും മേടിക്കും. ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ ഒരു മെമ്പർഷിപ്പ് തരപ്പെടുത്തി. കോട്ടയം പബ്ലിക് ലൈബ്രറി പോയിരുന്നു വായിക്കും. അവിടുത്തെ പുസ്തകങ്ങളെല്ലാം എടുത്ത് വായിക്കുമായിരുന്നു. പുസ്തകങ്ങളെല്ലാം ഞാൻ ഒരു പ്രാവശ്യം പോകുമ്പം 10 പുസ്തകം എടുക്കും. അങ്ങനെ 10 പുസ്തകം ഇങ്ങനെ എടുത്തുകൊണ്ട് വായിക്കും. അവസാനം എൻ്റെ ഈ കാർഡെല്ലാം നിറഞ്ഞ് ഈ പുതിയ കാർഡ് വരുമ്പോൾ പഴയ കാർഡ് പുസ്തകങ്ങളെല്ലാം തീർന്നു. അവസാനം അവിടുത്തെ ലൈബ്രറിയൻ കനകമേ എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു. അവരെന്നെ ഓടിച്ചു, ഇനി ഇവിടെ പുസ്തകമൊന്നുമില്ല, ഓടാൻ പറഞ്ഞു. എല്ലാ പുസ്തകവും വായിച്ചു വെച്ചിരിക്കും. അവിടെ ഈ നമുക്ക് സംശയം വരുമ്പം ഈ റെഫറൻസ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അപ്പൊ കുറേ അപ്പച്ചന്മാർ അവിടെ ഇരിക്കുന്നത്, ഇങ്ങനെ കൊണ്ടാടിയൊക്കെ വെച്ച്. ഞാൻ അവരുമായിട്ടൊക്കെ പോയി ലോകിയൊക്കെ അടിച്ച് ഇതിന്റെ പരിപാടിയൊക്കെ എങ്ങനെയാണ്. അപ്പം വലിയ ചില്ല അലമാരിക്കകത്ത് ഇങ്ങനെ പുസ്തകങ്ങൾ, ഘടാഘടിയാൻ ഗ്രന്ഥങ്ങളും, ഇത് അവിടെ ഇരുന്ന് വായിക്കാം. അപ്പൊ നമുക്ക് സംശയം വരുന്ന ഏരിയയിലുള്ള പുസ്തകം തപ്പിപ്പിടിക്കാൻ തന്നെ 2 ദിവസം വേണം. കാരണം ഇതെല്ലാം മങ്ങിയ ടൈറ്റിലും ഇതൊക്കെ. പിന്നെ ഇവരൊക്കെ എല്ലാം വലിയ ഗമയാണ്. നമ്മളിന്ന് ഓച്ചാനിച്ച് നിന്ന് ചോദിച്ച് പിടിച്ച് ഇന്ന പുസ്തകത്തിൽ കാണുമായിരിക്കും ആ സംശയം. പക്ഷെ ആ ഒരു പുസ്തകം തപ്പിയെടുത്ത് മിക്കവാറും നമ്മൾ സംശയം നോക്കാൻ വേണ്ടിയൊക്കെ പോകുന്ന പുസ്തകം നോക്കുമ്പം എനിക്ക് മുമ്പ് വന്ന ബിരുദന്മാർ ബ്ലേഡിന് മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഈ പേജ്. അങ്ങനെ ഞാൻ റെഫറൻസ് നോട്ടം നിർത്തി. എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണമായും ഇരുട്ടിൽ തപ്പുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ് ഞാൻ, ഹതഭാഗ്യനായ ഒരുത്തൻ. അപ്പൊ അന്നത്തെ കാലത്ത് ഈ സെക്കുലർ നോളജിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പൊ പിന്നെ ആത്മീക ലോകത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സെക്കുലർ നോളജ് പോലും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലം. അന്ന് ഈ കാര്യം ദൈവമാതാവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോടാ എന്ന് പറയുന്നൊരു കാര്യം. പിന്നെ ഉള്ളത് ഈ പാശ്ചാത്യ സുവിശേഷകന്മാരുടെ ഹെരസിയൊക്കെ വായിച്ചു മനസ്സിലാക്കി വിശ്വസിച്ച്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, എന്നെ പോലെ ഞാൻ അന്ന് എങ്ങനെ നശിച്ചു പോയോ അതുപോലത്തെ ഒരവസ്ഥയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെട്ടോട്ടെന്നോർത്താണ് ഞാൻ ഈ ലൈവിൽ സത്യം പറയുന്നത്. ഞാൻ പലപ്പോഴും പറയുന്നത് അല്ലാതെ ആരെയും അട്ടിമറിക്കാനല്ല, മാളിക വെച്ച് സുഖിക്കാനല്ല, ആരുടെയെങ്കിലും കണ്ണ് തുറക്കുന്നെങ്കിൽ തുറക്കട്ടെ എന്ന് കരുതി പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സുറിയാനി സഭയിൽ 2 കൈയും വിട്ടു നിൽക്കുന്ന മാതാവൊന്നുമില്ല, കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാതാവുള്ളൂ. അല്ല കുഞ്ഞിനെ കൊണ്ട് അമ്പത്തൊട്ടിലിൽ ഇട്ടേച്ചിങ്ങോട്ട് വരുന്ന ഒരു സ്ത്രീയൊന്നും അല്ല സുറിയാനി സഭയുടെ മാതാവെന്ന് ഓർക്കുക. പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് നമ്മുടെ ക്രിസ്റ്റോളജി തന്നെയാണ് നമ്മുടെ മരിയോളജി. ആ ക്രിസ്റ്റോളജിയും മരിയോളജിയും തമ്മിൽ വ്യത്യാസമില്ല. കാരണം ക്രിസ്തുവിലൂടെയാണ് സഭ മാതാവിനെ കാണുന്നത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുണ്ടായ മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് ആ എലിശബത്ത് പറഞ്ഞ അതുതന്നെയാണ് സഭ ഇന്നും ഏറ്റുപറയുന്നത്. നമുക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ കർത്താവിൻ്റെ അമ്മ. എത്ര പേർക്ക് പറയാൻ പറ്റും? ലൂക്കാസ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതാണ്, എലിശബ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉറക്ക വിളിച്ചു പറഞ്ഞു. എന്നെ കേട്ടോണ്ടിരിക്കുന്നവരിൽ സുറിയാനി സഭയിൽ നിന്ന് വഴിതെറ്റി പെന്തക്കോസ്തിന്റെ
അഴുക്ക് ചാലിൽ വീണ് കിടപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഈ വാക്യം എടുത്ത് വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 40 വാക്യം. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. മറിയത്തിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിശബത്തിന്റെ ഉദരത്തിൽ കിടന്ന് യോഹന്നാൻ തുള്ളി. യോഹന്നാൻ ആരാണ്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ. യോഹന്നാൻ മറിയത്തിന്റെ സ്വരം കേട്ടപ്പോൾ തന്റെ മാതാവിന്റെ ഗർഭത്തിൽ കിടന്ന് തുള്ളി. ഇന്ന് പെന്തക്കോസ്തുകാർ തുള്ളുന്നുണ്ട്. എന്തു കേട്ടിട്ടാണ് ആർക്കും? ആരുടെ സ്വരം കേൾക്കുമ്പോഴാണ് നിങ്ങൾ തുള്ളുന്നത്? പരിശുദ്ധ അമ്മയുടെ സ്വരത്തിങ്കൽ തുള്ളുന്നവർ ഭാഗ്യവാന്മാർ. പരിശുദ്ധ അമ്മയുടെ സ്വരം കേൾക്കുമ്പോൾ തുള്ളുന്നോ? അതോ നീ ശാസിക്കുന്നോ, ശപിക്കുന്നോ? കൺഫെഷൻസ് ആയിട്ട്, പ്രൈസ് ആയിട്ട്, സ്തുതികളായിട്ട്, ഏറ്റുപറച്ചിലുകളായിട്ട്, പ്രാർത്ഥനകളായിട്ട് ഒരു സംഘം ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോവേഴ്സ് ഈ വ്യാഴാഴ്ച ഫേസ്ബുക്ക് ലൈവിൽ വരുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ എന്താണ്, എങ്ങനെയാണ് എന്ന് പറയുവാൻ, അമ്മയുടെ അപദാനങ്ങളെ വാഴ്ത്തി പാടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്തതിന് പ്രായശ്ചിത്തമായിട്ട് ഏറ്റുപറച്ചിലായിട്ട് ഈ വ്യാഴാഴ്ച സ്റ്റേ ട്യൂൺഡ്. ഈ വ്യാഴാഴ്ച 7:30 ഗ്ലോറിയസ് ഗോസ്പൽ പേജിൽ നിങ്ങൾക്ക് കാണാം അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങൾ, തിരിച്ചറിവിന്റെ പുത്തൻ പ്രഖ്യാപനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. ലൈഫ് ചേഞ്ചിങ് സ്റ്റോറീസ്, ചലഞ്ചിങ് ടെസ്റ്റിമണീസ്. അതുകൊണ്ട് 7:30 ഈ വ്യാഴാഴ്ച 7:30 ലൈവിൽ നിങ്ങൾ ദയവായി ജോയിൻ ചെയ്യണം. കാരണം അതൊരു പ്രൊഫറ്റിക്കൽ ഫുൾഫിൽമെന്റ് ആണ്. കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അതിന് അവസരം കിട്ടാത്തവർക്ക് വാഴ്ത്താനുള്ള അവസരമാണ് ഈ കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വാഴ്ത്തിയിട്ടുണ്ടോ ഈ പരിശുദ്ധ മറിയത്തെ ഭാഗ്യവതി എന്ന് വാഴ്ത്തി? എനിക്ക് നഷ്ടപ്പെട്ട 25 വർഷത്തിന്റെ കേട് നീങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈവിൽ വന്നിരുന്ന. മഹാഭാഗ്യവതിയും നിത്യകന്യകയും എൻ്റെ കർത്താവിന്റെ അമ്മയുമായ പരിശുദ്ധ മറിയം, ഇതുമുഴുവൻ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇവിടെ നോക്കുക, മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പെന്തക്കോസ്തുകാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഈ മറിയത്തെ ശാസിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഇപ്പൊ പറയാം, അതൊന്നും ഒറിജിനൽ പരിശുദ്ധാത്മാവല്ല എലിശബത്തിന്. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഒതുക്കത്തിലല്ല. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. ഇതാണ് സുറിയാനി സഭയിൽ ഈ പ്രാർത്ഥിക്കുമ്പോൾ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവും, നിന്റെ ഉദരഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവളാണ്. ശുദ്ധമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം. എത്രയും ഉദാത്തമായ പ്രാർത്ഥന! ഈ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ അത് പ്രാർത്ഥന എന്തിനാ ചൊല്ലുന്നത്? ഒരു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതിനകത്ത് ഈ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധ റൂഹ നിറഞ്ഞ് എലിശബത്ത് പറഞ്ഞു എന്ന് ലൂക്കോസ് വിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ തിരുവെഴുത്തും ദൈവനിശ്വാസികവും ദൈവവചനവും എന്ന് വിശ്വസിക്കുന്ന പെന്തക്കോസ്തുകാരെ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൽ എലിശബത്ത് പറഞ്ഞ വാക്യങ്ങളാണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത്. ഏതാ? കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ആര് പറഞ്ഞതാ? ഗബ്രിയേൽ മാലാഖ പറഞ്ഞതാ. ഇത്രയും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന ഭൂമിയിലില്ല. പ്രാർത്ഥനയുടെ ആദ്യം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ഗബ്രിയേൽ മാലാഖ പറഞ്ഞതാണ്. ഇവിടെ നോക്ക്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടു, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. പിന്നെ പറയുന്നത് ശുദ്ധമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ.
അതും പരിശുദ്ധാത്മാവ് പറഞ്ഞ തമ്പുരാന്റെ അമ്മേ, നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കും. നൗ ആൻഡ് ഫോർ എവർ ആൻഡ് നെവർ മോർ. ഇറ്റേണിറ്റിയിലേക്ക് നിലനിൽക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു ഡെപ്പോസിറ്റ്, ഇറ്റേണൽ ഡിപ്പോസിറ്റ് ആണ് കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ. ടെമ്പറൽ അല്ല, ഈ നിലനിൽക്കുന്ന ഈ അഴിഞ്ഞു പോകുന്ന ലോകത്തെ പേർക്കല്ല. അപ്പൊ ഒരു സുറിയാനിക്കാരൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എറ്റേണലാണ്. ബ്ലസ്സിമോടെ വയറുവേദന മാറ്റി ജോക്കുട്ടന് വിസായി പഠിപ്പിക്കുന്ന പരിപാടിയല്ലിത്. എറ്റേണലാണ്, എറ്റേണൽ പ്രയർ ആണ്. എന്തുകൊണ്ടാണ് സഭ ഇത്രയും പ്രാധാന്യം ഈ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സഭ ഉണ്ടായിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയും ജൂവിഷ് ബാക്ക്ഡ്രോപ്പിലാണ് ചർച്ച് വന്നിട്ടുള്ളത്. യഹൂദ പാരമ്പര്യത്തിൽ ഈ രാജാവിന്റെ അമ്മയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. രാജമാതാവിന്, രാജമാതാവ് എന്ന് അതിന് പറയുന്നത്. അപ്പൊ രാജമാതാവിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ആ രാജമാതാവിന്റെ പ്രാധാന്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. രാജമാതാവിന് എങ്ങനെയാണ് പ്രാധാന്യമുള്ളത്? നിങ്ങൾക്ക് ഞാൻ വേണ്ട ഒരു എക്സാമ്പിള് വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ തിയോളജി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കും. ഈ 15 ദിവസവും നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. 1 രാജാക്കന്മാർ 2-ാം അധ്യായം, 1 രാജാക്കന്മാർ 2-ാം അധ്യായം. അവിടെ ശലോമോന്റെ അമ്മ ശലോമോനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് 19-ാമത്തെ വാക്യത്തിൽ. അങ്ങനെ ബേത്ശബ അദോനിയാവിന് വേണ്ടി ശലോമോൻ രാജാവിനോട് സംസാരിപ്പാൻ അവന്റെ അടുക്കൽ ചെന്നു. രാജാവ് എഴുന്നേറ്റ് അവളെ എതിരേറ്റ് ചെന്നു വന്ദനം ചെയ്തു. ഇതാണ് രാജമാതാവ് രാജ സദസ്സിലേക്ക് വരുമ്പോഴുള്ള. രാജാവ് എഴുന്നേറ്റ് മാതാവിനെ സ്വീകരിച്ചു. തന്റെ സിംഹാസനത്തിൽ ഇരുന്ന് രാജമാതാവിന് ഇരിപ്പാൻ കൊഴുപ്പിച്ചു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവൾ അവന്റെ വലതുഭാഗത്ത് ഇരുന്നു. അവൾ അവന്റെ വലതുഭാഗത്ത് ഇരുന്നു. നിങ്ങൾ 1 രാജാക്കന്മാർ, നിങ്ങൾ ബൈബിൾ ഉള്ളവരെടുത്ത് തുറന്നു നോക്ക്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം. അവൾ അവന്റെ വലതുഭാഗത്ത് ഇരുന്നു. ഇതാണ് നമ്മൾ സങ്കീർത്തനം 45 വായിക്കുന്നത്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു. കൂട്ടുകാരിൽ പരമായി നിന്നെ കർത്താവ് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ദാവീദ് പ്രവചനാത്മാവിൽ പറയുക മശീഹയെ പറ്റി. അപ്പോ നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞ് നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആ രാജ്ഞി ആരാണ്? നിന്റെ അമ്മയാണ്. ഇത് യഹൂദ പാരമ്പര്യമാണ്. ഇത് മനസ്സിലാക്കാത്ത, ഈ പാരമ്പര്യമില്ലാത്ത ഞാൻ ഈ നല്ല കാര്യം പറയുന്നതിനിടെ മോശം പറയും. പക്ഷെ ആ വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ വാക്ക് പറഞ്ഞെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് പറയണോ അല്ലേ? പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു പാവപ്പെട്ടവനാണ്. എനിക്ക് അത്രയ്ക്ക് വലിയ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലാത്ത അധികം വാക്കുകൾ അറിയത്തില്ല. പിന്നെ ഈ പാരമ്പര്യം അറിയാൻ മേലാത്ത ഈ അലവലാദികള് സുവിശേഷം പറയുമ്പോൾ അവന്മാർക്ക് ഇതൊന്നും പിടികിട്ടത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. ഈ വലതുഭാഗത്ത് നിൽക്കുന്ന രാജ്ഞി പരിശുദ്ധ മാതാവാണ്. സ്തുതിയൊടു രാജമകൾ ബലമായി രാജപാമിനിയും
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുമ്പോൾ പൂജരാജാക്കന്മാർ, ജ്ഞാനികൾ, വിദ്വാൻമാർ യേശു കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുമ്പോൾ ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയത്തോട് കൂടെ കണ്ടു. അപ്പൊ ജ്ഞാനികൾ ശിശുവിനെ കണ്ടാൽ ആരുടെ കൂടെ കാണും? അമ്മയോടുകൂടെ കാണും. അമ്മയെ കൂടാതെ ശിശുവിനെ കാണുന്ന വിദഗ്ധന്മാരുണ്ട്. അമ്മയെ കൂടാതെ ശിശുവിനെ കാണുന്ന വിദഗ്ധന്മാർ. അവരെ സംബന്ധിച്ച് യേശുവിന്റെ ഈ മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ടെർമിനേറ്റർ സിനിമ കണ്ടിട്ടുണ്ട്, അറിയാം. ടെർമിനേറ്റർ സിനിമയ്ക്ക് അത് ടെർമിനേറ്റർ വരുന്ന കണ്ടിട്ടുണ്ടോ? മുകളിൽ നിന്ന് പൊത്തോന്ന് വീഴുക, തന്നെ രാത്രിയിലായതുകൊണ്ട് കുഴപ്പമില്ല, ആരും പേടിച്ച് നൂല് ബന്ധമില്ലാതെ ആഴ് വീണ. പിന്നെ ഒരു അടുത്തൊരു ഷോപ്പിൽ കയറി തുണിയൊക്കെ കൊടുത്തോണ്ടൊക്കെ പുള്ളി ഇറങ്ങുന്നത്. ടെർമിനേറ്റർ സിനിമ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കാണുക, പഴയ സിനിമയാണ്. അപ്പൊ ഇങ്ങനെ മുകളിൽ നിന്ന് ഒരു വീണാ മതിയായിരുന്നല്ലോ, ഒരു പുൽമേട്ടിലോട്ടോ നല്ല വെള്ളത്തിലോട്ടോ അല്ലോ. അങ്ങനെയല്ല. ഇപ്പൊ ജ്ഞാനികള് യേശുവിനെ കാണാൻ യേശുവിന്റെ അമ്മയോട് ചേർന്നാ കാണുന്നത്. കാരണം എന്താണ്? നോസ്റ്റിസിസം, ഡോസറ്റിസം, ദുരുപദേശങ്ങളാണ്. ജ്ഞാനവാദക്കാർ, മായാവാദക്കാർ. അപ്പൊ ജ്ഞാനവാദക്കാര്, നോസ്റ്റിക്കുകള്, മായാവാദക്കാരുണ്ട്, ഡോസറ്റിസം. അവർ യേശുവിന്റെ അമ്മയുടെ ആയിട്ടുള്ള ബന്ധത്തെ അംഗീകരിക്കത്തില്ല. അതല്ലേ ഈ പറഞ്ഞ ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ കാണുന്ന കുറച്ച് ഞാഞ്ഞൂലുകളുണ്ട്, ഒരു സെബാസ്റ്റ്യൻ മുന്നേക്കലും ഒരു കൊടിത്തോട്ടവും. അവരെല്ലാം പറയുന്നതാ അമ്മയും യേശുവുമായിട്ട് ബന്ധമില്ല. കാരണം ആ ബന്ധത്തെ നിർവചിക്കാൻ അവർക്ക് ധൈര്യമില്ല. നിർവചിക്കാൻ തുനിഞ്ഞാൽ അവരുടെ ഉപദേശത്തിന്റെ ചീട്ടുകൊട്ടാരം തകർന്ന് തരിപ്പണമായി പോവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ജ്ഞാനികൾ ശിശുവിനെ കണ്ടാൽ, യേശുവിനെ കണ്ടാൽ. ഇപ്പം അത് ശിശു ആയിരുന്നോണ്ടല്ലേ അമ്മയെ കണ്ട? അല്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ യേശു കുരിശിൽ മരിക്കുന്ന സമയത്ത് എങ്ങനെയാ കാണുന്നേ? കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയെ കാണുക. ഈ രണ്ട് കാഴ്ച നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കണം. നിങ്ങൾക്ക് അമ്മയോടുള്ള ആ ഭക്തി ഉറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഈ രണ്ട് പിക്ചർ. എന്നിട്ട് ഈ രാജാവ് എന്നുള്ള കോൺസെപ്റ്റ് ഈ മത്തായി സുവിശേഷത്തില് യേശുവിനെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാവരും അംഗീകരിക്കും, എല്ലാ തിയോളജിയൻസും. കാരണം ഈ 4 സുവിശേഷമാണ്, ചതുർസുവിശേഷങ്ങൾ അല്ലേ, 4 ഫോൾഡ് ഗോസ്പൽ. ഈ 4 സുവിശേഷത്തിൽ 4 ജീവികളെ കാണുന്നു. പ്രവാചകൻ 4 ജീവികളെ കാണുന്നു. ഒന്നിന് സിംഹമുഖം, വേറൊന്നിന് കാളമുഖം, മറ്റൊന്നിന് മനുഷ്യമുഖം, 4ാമത് കഴുകമുഖം. 4 മുഖങ്ങളാണ്. അപ്പോൾ ഒന്ന് സിംഹത്തിന്റെ മുഖം. സിംഹം രാജാവിനെ സൂചിപ്പിക്കുന്നു. അതാണ് മത്തായിയുടെ സുവിശേഷം, സിംഹത്തിന്റെ മുഖം. 2 കാളമുഖം. കാള സെർവന്റ്ഹുഡിനെ സൂചിപ്പിക്കുന്നു. ദാസൻ, കാള. അപ്പൊ ആ കാള, അതുകൊണ്ട് കർത്താവിനെ ദാസനായിട്ട് ചിത്രീകരിക്കും. മർക്കോസ്, ദ സെർവന്റ്ഹുഡ് ഓഫ് ജീസസ്, അത് മർക്കോസിന്റെ സുവിശേഷം, കാളമുഖം. 3 മനുഷ്യമുഖം, മനുഷ്യപുത്രനെ വരച്ച് കാണിക്കുക, ലൂക്കോസിന്റെ സുവിശേഷം. 4ാമത്തത് കഴുകുമുഖം, അത് ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു. ആ കർത്താവിന്റെ ദൈവമുഖത്തെ, യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ അറിയേണ്ടതിനും അറിഞ്ഞിട്ട് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ച് അങ്ങനെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും ഈ സുവിശേഷം എഴുതിയിരിക്കുന്നു. യേശുവിനെ ദൈവപുത്രനായിട്ട് അവതരിപ്പിക്കുന്ന സുവിശേഷം കഴുകുമുഖം. അപ്പൊ അങ്ങനെ സിംഹമുഖം, കാളമുഖം, മനുഷ്യമുഖം, കഴുകുമുഖം, ഇങ്ങനെ 4 മുഖങ്ങളുള്ള സുവിശേഷത്തിൽ ഇവിടെ കാണുന്ന ഈ രാജാവായിട്ട് യേശു ജനിച്ചിരിക്കുന്നു. അവിടെ ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവ് ആയിട്ട് ജനിച്ചവൻ എവിടെ? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആ രാജാവിനെ തേടി വന്നിട്ട് രാജാവിനെ കാണുന്ന എങ്ങനെയാ? രാജമാതാവിനോട് ചേർന്ന. അതാ പാരമ്പര്യം. രാജാവിനെ കാണുന്നത് രാജമാതാവിനോട് ചേർന്നാണ്. അതുകൊണ്ടാണ്, അല്ലാതെ യോസഫിന് വളരെ പ്രാധാന്യം. എന്നിട്ട് യോസഫിന്റെ കാര്യം അവിടെ എഴുതാത്ത അതുകൊണ്ടാണ്. രാജമാതാവിനാണ് പ്രാധാന്യം. ഇപ്പൊ രാജാവിനും രാജമാതാവിനെയും കൂടെ കണ്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവിടെ തലയ്ക്ക് മുകളിൽ എഴുതിയിരിക്കുകയാണ്, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. അവിടെയും രാജാവായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇവൻ യഹൂദന്മാരുടെ രാജാവ്. താഴെ രാജമാതാവുണ്ട് കുരിശിന്റെ ചുവട്ടിൽ. കുരിശിന്റെ ചുവട്ടിൽ രാജമാതാവ് നിൽക്കുകയാണ്. നിങ്ങൾ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ എപ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പം ആ രാജാവും രാജമാതാവും എന്നുള്ള ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയാണ് നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജമാതാവെന്നുള്ള സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ,
വെളിപ്പാടിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. ദൈവത്തിന്റെ വലിയ കൃപയാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ക്രിസ്തു, ഈ പരിശുദ്ധ അമ്മയെ കൂടാതെയുള്ള ഒരു ക്രിസ്തു, അങ്ങനെ ഒരു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നവരുണ്ട്. അതാണ് ജ്ഞാനവാദക്കാരും മായാവാദക്കാരും, ഡോസറ്റിസം, പിന്നെ നോസ്റ്റിസിസം, അവരെല്ലാം പറയുന്നത്. അതാണ് ഇന്ന് നമ്മൾ ഈ കേൾക്കുന്ന ഹെരസികൾ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൂട്ടായ്മകളിലും ഇന്നത്തെ ഈ പുതിയ പെന്റക്കോസ്റ്റൽ സഭകളിലും ഈ നവപ്രവണതാ സഭകളിലും, നവപ്രവണതാ സഭ എന്ന് ഞാൻ പറയുന്നത് ന്യൂ ജനറേഷൻ സഭകളിലും അതുപോലെയുള്ള പിന്നെ ഉള്ള ഈ മറ്റു പല കൂട്ടായ്മകളും, ഈ മാർത്തോമാ സഭയുടെ സുവിശേഷകര്, ഓർത്തഡോക്സിലും യാക്കോബായിലും ഉള്ള സുവിശേഷകരും മാതാവിനോട് പുച്ഛമുള്ളവരുണ്ട്. കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പം ഇങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഒത്തിരി ആളുകളുണ്ട്. കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഞാൻ പിന്നെയും പറയുന്നു, അത് എറ്റേണിറ്റിയിലേക്കുള്ള ഒരു ഡിപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രാവശ്യം ആ കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലിയാലും അതൊരു ഡിപ്പോസിറ്റ് ആണ്. അത് ഇന്നത്തെ ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടിയല്ല, നോട്ട് ഫോർ ദിസ് ഏജ്, നോട്ട് ഫോർ ദിസ് വേൾഡ്, ഈ യുഗത്തിന് വേണ്ടിയോ ഈ കാലത്തിന് വേണ്ടിയോ ഈ ലോകത്തിന് വേണ്ടിയോ ചൊല്ലുന്നല്ല. ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്നുള്ളതാണ് ആ പാട്ട്, ആ പ്രാർത്ഥന. ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന. എത്ര ഉദാത്തമായ പ്രാർത്ഥനയാണ്, എത്ര നല്ല പ്രാർത്ഥനയാണ് എന്ന് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയുടെ നോയമ്പ് നിങ്ങൾ നന്നായി എടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോയമ്പെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. സ്തുതിയൊടു രാജമകൾ വലമായി രാജപാമിനിയും ഭാജനമേ മറിയാമിൻ സ്മരണം Subhola bola barowal ko kadisho